ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. ഫൗണ്ടേഷൻസ് ഓഫ് ലിറ്റററി തിയറിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഫോർമലിസത്തിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഡീഫെമിലറൈസേഷൻ, ഫോർഗ്രൗണ്ടിങ് എന്നീ കൺസെപ്റ്റുകളാണ് ഈ ഒരു പാർട്ടിൽ നമുക്ക് വരുന്നത്. നമ്മളിവിടെ ഈ ചാപ്റ്ററിൻ്റെ പോയിന്റ് വൈസ് ആയിട്ടുള്ള സമ്മറിയും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. Defamiliarization is a literary technique that makes ordinary things seem new, strange or special. അപ്പോൾ ഡീഫെമിലറൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഫെമിലിയർ എന്ന് വെച്ചാൽ നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഡീഫെമിലിയർ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഓർഡിനറി തിങ്സ് ഒരു ന്യൂ രീതിയിൽ അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യിക്കുന്ന ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ഡീഫെമിലറൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ പോയത്തിനകത്തൊക്കെ നമുക്ക് ഈ നേച്ചറിനെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് ഒരു പക്ഷേ മഴയെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ പുഴയെ കുറിച്ചിട്ടായിരിക്കാം, അങ്ങനെ നേച്ചറിൻ്റെ ബ്യൂട്ടിയെ കുറിച്ചിട്ടായിരിക്കാം. ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ഓർഡിനറി ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളൊരു പോയത്തിനകത്ത് നമ്മളത് കാണുന്ന സമയത്ത് നമുക്കൊരു സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും. അത്തരത്തിൽ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളെ ഒരു ന്യൂ വേയിൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ സ്ട്രേഞ്ച് വേയിൽ പ്രസന്റ് ചെയ്യുന്ന ലിറ്ററേച്ചറിന്റെ ഒരു എഫക്റ്റിനെയാണ് ഡീഫെമിലറൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആൻഡ് ലിറ്റററി ഡിവൈസസ്. സ്വാഭാവികമായിട്ടും നമ്മൾ നോർമൽ ഡെയിലി യൂസേജിനകത്ത് നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലാംഗ്വേജ്, ഫിഗറേറ്റീവ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ്, അതുപോലെ തന്നെ ഈ ലിറ്റററി ഡിവൈസസ്, സിമിലി, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള ലിറ്റററി ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ കീ കൺസെപ്റ്റ് ഇൻ ഫോർമലിസം. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വിക്ടർ ഷ്ക്ലോസ്കി ഇൻ ഹിസ് എസ്സേ ആർട്ട് ആസ് ടെക്നിക്. അപ്പോൾ ഫോർമലിസം എന്ന് പറയുന്ന ലിറ്റററി തിയറിക്കകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഡീഫെമിലറൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് ഓർഡിനറി ആയിട്ട് പരിചയമുള്ള കാര്യങ്ങൾ തന്നെ, അത് ഈ നേച്ചറിന്റെ ബ്യൂട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫീലിങ്സ് ആയിരിക്കാം. ഈ ലവ്, അതുപോലെ തന്നെ സാഡ്നെസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളത് ലിറ്ററേച്ചറിനകത്ത് കാണുന്ന സമയത്ത് നമുക്കത് സ്പെഷ്യൽ ആയിട്ടൊരു എഫക്റ്റോട് കൂടിയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടെക്നിക്കിനെയാണ് ഡീഫെമിലറൈസേഷൻ എന്ന് പറയുന്നത്. Shklovsky argues that the purpose of art is to make people perceive things as if they are seeing them for the first time rather than accepting them as familiar or routine. അപ്പോൾ ഈ ഫോർമലിസത്തിനകത്ത് പറയുന്നത് ലിറ്ററേച്ചറിന്റെ പർപ്പസ് തന്നെ ഡീഫെമിലറൈസേഷൻ ആണ്. അതായത് ലിറ്ററേച്ചറിനകത്ത് പുതിയ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളോ ഒന്നും അല്ല ലിറ്ററേച്ചറിനകത്ത് നമ്മൾ കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യത്തെ കുറിച്ചിട്ടാണെങ്കിലും, അത്തരത്തിലെ പ്രണയത്തെ കുറിച്ചിട്ടാണെങ്കിലും, അല്ലെങ്കിൽ സങ്കടത്തെ കുറിച്ചിട്ടാണെങ്കിലും, ഇതൊന്നും നമ്മൾ ജീവിതത്തിൽ കാണാത്ത കാര്യങ്ങളോ പുതിയ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ നമുക്ക് പരിചയമുള്ള ഈ കാര്യങ്ങളെ ഒരു ന്യൂ വേയിൽ നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യിക്കുന്ന ആ ഒരു ടെക്നിക്കാണ് ലിറ്ററേച്ചറിന്റെ പർപ്പസ് എന്ന് ഫോർമലിസത്തിനകത്ത് പറയുന്നത്. Shklovsky's famous statement, "Art makes the stone stony," means that art forces people to truly notice and experience objects instead of taking them for granted. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ട് പറയുന്നത്, ആർട്ട് മേക്സ് ദ സ്റ്റോൺ സ്റ്റോണി. നമ്മുടെ സ്റ്റോൺ അല്ലെങ്കിൽ കല്ല് എന്ന് പറയുന്നതിനെ സ്റ്റോണി ആക്കുകയാണ് ആർട്ട് ചെയ്യുന്നത്. അതല്ലാതെ കല്ല് കൊത്തിയിട്ട് അതിൽ നിന്ന് ശില്പം ഉണ്ടാക്കുന്ന രീതിയിലല്ല ഈ ലിറ്ററേച്ചറിനകത്ത് സംഭവിക്കുന്നത്. മറിച്ച് നമുക്ക് ഓർഡിനറി ആയിട്ട് അറിയുന്ന കാര്യങ്ങളെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഡീഫെമിലറൈസ്ഡ് ആയിട്ട് ഒരു പുതിയ രീതിയിൽ നമ്മളെ നോക്കിക്കാണാൻ പ്രേരിപ്പിക്കുകയാണ് ലിറ്ററേച്ചറിനകത്ത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഡീഫെമിലറൈസേഷൻ എന്ന കൺസെപ്റ്റിനകത്ത് പറയുന്നത്. ബൈ മേക്കിംഗ് ഫെമിലിയർ തിങ്സ് അപ്പിയർ സ്ട്രേഞ്ച്, ലിറ്ററേച്ചർ റീസ്റ്റോഴ്സ് ഫ്രഷ്നെസ് ടു ഹ്യൂമൻ പെർസെപ്ഷൻ. അങ്ങനെ ഇത്തരത്തിൽ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള പെർസ്പെക്ഷൻ നമുക്ക് നൽകുന്നതിലൂടെ ലിറ്ററേച്ചർ നമ്മുടെ ഒരു വ്യൂവിനകത്ത്, ഒരു ഔട്ട്ലുക്കിനകത്ത് ഒരു ഫ്രഷ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സെയിം സംഭവം തന്നെയാണ്. ഇപ്പോൾ പ്രണയമാണെങ്കിലും സങ്കടമാണെങ്കിലും മറ്റു തരത്തിലുള്ള ഫീലിങ്സ് ആണെങ്കിലും, അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രകൃതി ഭംഗിയാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും, ഇതെല്ലാം നമുക്ക് ഡെയിലി ലൈഫിനകത്ത് പരിചിതമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ലിറ്ററേച്ചർ അതിനെ ഒരു പുതിയ പെർസ്പെക്റ്റീവിലൂടെ നോക്കി കാണാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് പറയുന്നു. ആസ് എ റിസൾട്ട്, readers become more aware of the beauty, significance or complexity of ordinary experiences. അപ്പോൾ ലിറ്ററേച്ചറിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഓർഡിനറി എക്സ്പീരിയൻസസിനെ കൂടുതൽ ബ്യൂട്ടിയോടുകൂടി, അതുപോലെ സിഗ്നിഫിക്കൻസോടുകൂടി, കൂടുതൽ പ്രാധാന്യത്തോടു കൂടിയിട്ട്, അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി, ഇതെല്ലാം നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ല, ഇതെല്ലാം വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു പുതിയ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ലിറ്ററേച്ചർ നൽകുന്നു എന്നാണ് ഈ ഒരു ഡീഫെമിലറൈസേഷൻ എന്നുള്ള കൺസെപ്റ്റിനകത്ത് പറയുന്നത്.
അടുത്തത് നമുക്ക് ഡീഫെമിലറൈസേഷന്റെ കുറിച്ച് എക്സാമ്പിൾസ് ആണ് വരുന്നത്. ഡീഫെമിലറൈസേഷൻ ഇൻ ഡാഫോഡിൽസ്. വില്യം വേർഡ്സ്വർത്തിന്റെ ഡാഫോഡിൽസ് എന്ന് പറയുന്ന ഒരു പോയത്തിനകത്ത് നമുക്ക് ഈ ഒരു ഡീഫെമിലറൈസേഷന്റെ ടെക്നിക്ക് കാണാൻ സാധിക്കും. ഇൻ ഡാഫോഡിൽസ് വില്യം വേർഡ്സ്വർത്ത് ഡസ് നോട്ട് സിംപ്ലി ഡിസ്ക്രൈബ് സീയിങ് മെനി ഫ്ലവേഴ്സ്. ഡാഫോഡിൽസ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ പോയറ്റ് കുറച്ച് ഫ്ലവേഴ്സിനെ കാണുകയും അതിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പോയമാണ്. എന്നാൽ പോയറ്റ് വെറുതെ അവിടെ ഫ്ലവേഴ്സ് കണ്ടു, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന രീതിയിൽ അല്ല ആ പോയത്തിനകത്ത് പറയുന്നത്. ഇൻസ്റ്റെഡ് he presents the daffodils as a host of golden daffodils that are fluttering and dancing in the breeze. ഈ ഡാഫോഡിൽസ്, ഈ ഫ്ലവേഴ്സ് ഈ കാറ്റിൽ ഡാൻസ് ചെയ്യുകയാണ് എന്നാണ് നമ്മുടെ പോയറ്റ് പറയുന്നത്. അതായത് കാറ്റ് വീശുന്ന സമയത്ത് പൂക്കൾ ഇങ്ങനെ ഇളകുന്നുണ്ടായിരുന്നു, അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്നല്ല പോയറ്റ് പറയുന്നത്. മറിച്ച് ആ ബ്രീസിൽ ആ ഫ്ലവേഴ്സ് ഡാൻസ് ചെയ്യുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു ന്യൂ പെർസ്പെക്റ്റീവോട് കൂടിയിട്ട് പോയറ്റ് അവിടെ ആ ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു കാഴ്ച അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാം. The flowers are personified as joyful living beings rather than ordinary plants. അവിടെ ഫ്ലവേഴ്സ് ഇങ്ങനെ ജോയ്ഫുൾ ആയിട്ട് സന്തോഷത്തിൽ ഡാൻസ് ചെയ്യുന്ന പോലെയാണ് പോയിറ്റ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വെറും ഫ്ലവേഴ്സ് എന്ന രീതിയിലല്ല പോയിറ്റ് അവിടെ പറയുന്നത്. ദിസ് അൺയൂഷ്വൽ പ്രസന്റേഷൻ ട്രാൻസ്ഫോംസ് എ ഫെമിലിയർ നാച്ചുറൽ സീൻ ഇൻ ടു എൻ എക്സ്ട്രോർഡിനറി എക്സ്പീരിയൻസ്, റിന്യൂവിംഗ് ദ റീഡേഴ്സ് പെർസെപ്ഷൻ ഓഫ് നേച്ചർ. അപ്പോൾ ഇത്തരത്തിൽ ഓർഡിനറി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മളും ഇതുപോലെ നമ്മുടെ ഗാർഡനിലോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഫ്ലവേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. കാറ്റ് വീശുന്ന സമയത്ത് ഫ്ലവേഴ്സ് ഇങ്ങനെ ഇളകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ പോയിട്ട് ഇത്തരത്തിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് ജോയ്ഫുൾ ആയിട്ട് ഡാൻസ് ചെയ്യുകയാണെന്ന് പറയുന്ന സമയത്ത് നേച്ചറിന്റെ ബ്യൂട്ടിയെ കുറച്ചുകൂടി ഡെപ്തിൽ ഈ റീഡേഴ്സിന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു ഓർഡിനറി എക്സ്പീരിയൻസിനെ തന്നെ ഒരു ന്യൂ പെർസ്പെക്റ്റീവോട് കൂടി അവതരിപ്പിച്ചിട്ട് ഡീഫെമിലറൈസേഷൻ കൊണ്ടുവരുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ ഈ ഡാഫോഡിൽസ് എന്ന് പറയുന്ന ഈ പോയത്തിനകത്ത് കാണുന്നത്. ഡീഫെമിലറൈസേഷൻ ഇൻ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്. ഇനി എമിലി ഡിക്കിൻസന്റെ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്ന് പറയുന്ന പോയത്തിനകത്തും ഇത്തരത്തിലൊരു ഡീഫെമിലറൈസേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇൻ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, എമിലി ഡിക്കിൻസൺ പേഴ്സോണിഫൈസ് ഡെത്ത് ആസ് എ പൊളൈറ്റ് ആൻഡ് കൈൻഡ് ജെന്റിൽമാൻ. ആ പോയത്തിനകത്ത് ഡെത്തിനെ ഒരു പൊളൈറ്റ് ആയിട്ട് കൈൻഡ് ആയിട്ടുള്ള ഒരു ജെന്റിൽമാൻ ആയിട്ടാണ് ആ പോയത്തിൽ ചിത്രീകരിക്കുന്നത്. നമുക്ക് സാധാരണ അറിയാം ഡെത്ത് എന്ന് പറഞ്ഞൊരു വില്ലനായിട്ട് ഒരു ക്രൂരമായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. എന്നാൽ അതിന് വ്യത്യസ്തമായിട്ട് ഒരു പൊളൈറ്റ് ജെന്റിൽമാൻ ആയിട്ട് ഡെത്തിനെ ഈ പോയത്തിനകത്ത് അവതരിപ്പിക്കുന്നു. ഇൻസ്റ്റെഡ് ഓഫ് പ്രസന്റിംഗ് ഡെത്ത് ആസ് ഫ്രൈറ്റനിങ്, ദ പോയം ഡിസ്ക്രൈബ്സ് ഡെത്ത് ആസ് സമ്മൺ ഹു കൈൻഡ്ലി സ്റ്റോപ്ഡ് ഫോർ ദ സ്പീക്കർ. നമ്മുടെ പോയറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ജെന്റിൽമാൻ ആയിട്ടാണ് ഈ പോയത്തിനകത്ത് അവതരിപ്പിക്കുന്നത്. പോയത്തിൻ്റെ ലൈൻസ് എങ്ങനെയാണ് പറയുന്നത്? ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, ഹി കൈൻഡ്ലി സ്റ്റോപ്ഡ് ഫോർ മീ. എനിക്ക് മരണത്തിന് വേണ്ടി കാത്തു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് മരണം എനിക്ക് വേണ്ടി കാത്തു നിന്നു എന്നാണ് പറയുന്നത്. അതായത് ജീവിതത്തിന്റെ പ്രയാസത്തിൽ നിന്ന് മരണം രക്ഷപ്പെടുത്തിയെന്ന രീതിയിലൊക്കെയാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. സോ നമുക്കിവിടെ പൊതുവിൽ കാണാൻ വേണ്ടി കഴിയുന്നത് ഒരു ജെന്റിൽമാൻ ആയിട്ടുള്ള ഡെത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ദിസ് അൺഎക്സ്പെക്റ്റഡ് പോർട്രയൽ ചലഞ്ചസ് ദി കൺവെൻഷണൽ ഫിയർ അസോസിയേറ്റഡ് വിത്ത് ഡെത്ത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺവെൻഷണൽ ആയിട്ട് സാധാരണഗതിക്ക് നമ്മൾ ഡെത്ത് എന്ന് പറയുന്നത് ഒരു ഫ്രൈറ്റനിങ് ആയിട്ട് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ബൈ മേക്കിംഗ് റീഡേഴ്സ് റീകൺസിഡർ ദെയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഡെത്ത്, ദ പോയം അച്ചീവ്സ് ഡീഫെമിലറൈസേഷൻ. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഒരു മരണത്തെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടിനെ ഒരു ഡിഫറൻറ്റ് പെർസ്പെക്റ്റീവിലൂടെ നോക്കി കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതിലൂടെ ഇവിടെയും ഒരു ഡീഫെമിലറൈസേഷൻ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അടുത്ത എക്സാമ്പിൾ വരുന്നത് കാഫ്കയുടെ മെറ്റമോർഫോസിസിൽ നിന്നാണ്. The metamorphosis begins with the shocking transformation of Grigoris Samsa into a gigantic insect. കാഫ്കയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന നോവൽ ആരംഭിക്കുന്നത് ഗ്രിഗറസ് സംസ എന്ന് പറയുന്ന നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റ് ഒരു ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് അയാൾ ഒരു ഇൻസെക്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോക്രോച്ച് ആയിട്ട്, ഒരു മനുഷ്യന്റെ വലിപ്പമുള്ള ഒരു കോക്രോച്ച് ആയിട്ട് അയാൾ മാറിയിരിക്കുന്നു എന്ന രീതിയിലാണ്. This bizarre event disrupts ordinary life and makes readers examine familiar experiences such as family relationships, work and isolation from a completely new perspective. എന്നാൽ നമ്മൾ കരുതുന്ന പോലെ ഒരു സൈഫൈ ആയിട്ടോ അല്ലെങ്കിൽ ഫാന്റസി ആയിട്ടോ ഉള്ള രീതിയിലല്ല പിന്നീട് സ്റ്റോറി പോകുന്നത്. നമുക്ക് വളരെ ഡെയിലി ലൈഫിനകത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഫാമിലി റിലേഷൻഷിപ്സ്, അതുപോലെ തന്നെ വർക്ക്, ഐസൊലേഷൻ തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരാളെ കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഒരു ഉപകാരവും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നത് സമയത്ത്
മറ്റുള്ളവർ പിന്നെ അയാളെ എത്രമാത്രം പരിഗണിക്കും, അതോ അയാളെ ഒഴിവാക്കുകയാണോ ചെയ്യുക എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ ജീവിതത്തിൽ അനുഭവിക്കുകയും ഒരുപക്ഷെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കാഫ്ക എക്സ്പ്ലോർ ചെയ്യുന്നത്. റിഗൽ സംസ ഒരു കോക്രോച്ച് ആയ സമയത്ത് അതിന്റെ ഷോക്കിൽ ഏറ്റവും ആദ്യം ചിന്തിക്കുന്ന കാര്യം ഇന്ന് തനിക്ക് ഓഫീസിലേക്ക് കറക്റ്റ് സമയത്ത് ജോലിക്ക് എത്താൻ പറ്റുമോ എന്ന രീതിയിലാണ്. കാരണം അയാളാണ് ആ ഫാമിലിയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇയാളിന് കോക്രോച്ചായി മാറിയ സമയത്ത് സ്വാഭാവികമായിട്ട് തുടക്കത്തിൽ അയാളുടെ ഫാമിലിക്ക് അയാളുടെ ഒരു സിമ്പതി ഉണ്ട്. അയാൾക്ക് റൂം വിട്ട് പോകാൻ വേണ്ടി പറ്റില്ല, അയാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അയാളെ ഹെൽപ്പ് ചെയ്യുന്നു, അയാൾക്ക് ഫുഡ് കൊടുക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫാമിലി തുടക്കത്തിൽ ചെയ്യുന്നുണ്ട്. പിന്നീട് ആ റൂമിൽ ഇരുന്നുകൊണ്ട് ഈ കോക്രോച്ചായി മാറിയിട്ടുള്ള സംസാരം കേൾക്കുകയാണ്, ഇയാളെ കുറിച്ച് അവരിങ്ങനെ പറയുന്നത്, ചർച്ച ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പതുക്കെ സ്വാഭാവികമായിട്ടും ഇയാൾ അവർക്കൊരു ബാധ്യതയായിട്ട് വരികയും ഇയാളെ എങ്ങനെയും ഒഴിവാക്കിയാൽ മതി എന്ന രീതിയിലേക്ക് ആ ഫാമിലി ചിന്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെയാണ് കഥ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെ കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് അവർ പ്രതീക്ഷിക്കുന്ന ഉപകാരം ഒന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ റിലേഷൻഷിപ്പ് എത്ര കാലം തുടരാൻ വേണ്ടി പറ്റും, അതിൽ എത്രമാത്രം ഒരു ലോയൽറ്റി, ജെനുവിനിറ്റി ഒക്കെ ഉണ്ടാവും എന്ന തരത്തിലുള്ള നമുക്ക് പരിചിതമായിട്ടുള്ള കൺസെപ്റ്റുകൾ തന്നെയാണ് കാഫ്ക ഇങ്ങനെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ സ്റ്റോറിയിലൂടെ അവതരിപ്പിക്കുന്നത്. കാഫ്ക യൂസസ് ദി സ്ട്രേഞ്ച് സിറ്റുവേഷൻ ടു എക്സ്പോസ് ദി ഏലിയനേഷൻ ആൻഡ് അബ്സർഡിറ്റി ഓഫ് മോഡേൺ ലൈഫ്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഫാന്റസി ആയിട്ടുള്ള സ്റ്റോറി ഒന്നുമല്ല കാഫ്ക പറയുന്നത്. മോഡേൺ ലൈഫിനകത്തുള്ള ഈ ഒറ്റപ്പെടലിന്റെ ഒരു കഥയാണ് ഈ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ കാഫ്ക അവതരിപ്പിക്കുന്നത്. ദി അൺയൂഷ്വൽ പ്രസന്റേഷൻ ഓഫ് എവറിഡേ എക്സിസ്റ്റൻസ് ഇല്ലുസ്ട്രേറ്റ്സ് ഡീഫെമിലറൈസേഷൻ. അപ്പോൾ ഈ സ്റ്റോറിയിലൂടെ ഈ ഒരു ഡീഫെമിലറൈസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കാഫ്കയ്ക്ക് സാധിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപകാരമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ സ്നേഹിക്കുമോ, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ, അതോ അവർ നമ്മൾ ഉപേക്ഷിച്ച് പോകുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്ലെയിൻ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറിയിലൂടെ കാഫ്ക പറയുന്ന സമയത്ത് ഇതേ കൺസെപ്റ്റുകൾ തന്നെ ഡെപ്തിലൂടെ റീഡേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അങ്ങനെ ഇവിടെയും നമ്മൾ ഡീഫെമിലറൈസേഷൻ അച്ചീവ് ചെയ്യപ്പെടുന്നത് കാണുന്നു. അടുത്ത് നമുക്ക് ഡീഫെമിലറൈസേഷന്റെ ഭാഗമല്ലാത്ത എന്നാൽ അതുമായിട്ട് സിമിലാരിറ്റി ഉള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഡീഫെമിലറൈസേഷൻ ആൻഡ് എപ്പിക് തിയേറ്റർ. ബെർത്തോൾഡ് ബ്രെഹ്ത് ഡെവലപ്ഡ് ദി ഏലിയനേഷൻ എഫക്ട് ഇൻ എപ്പിക് തിയേറ്റർ വിച്ച് റിസംബിൾസ് ഡീഫെമിലറൈസേഷൻ. ജർമ്മൻ ഡ്രാമറ്റിസ്റ്റ് ആയിട്ടുള്ള ബെർത്തോൾഡ് ബ്രെഹ്ത് ഏലിയനേഷൻ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു എഫക്ട് ഈ പ്ലേക്കകത്ത് അല്ലെങ്കിൽ നാടകങ്ങൾക്കകത്ത് കൊണ്ടുവരുന്നു. നമുക്ക് ലിറ്ററേച്ചറിനകത്തുള്ള ഒരു ഡീഫെമിലറൈസേഷൻ എഫക്റ്റിന്റെ ഒരു സിമിലാരിറ്റി നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഇൻ മദർ കറേജ് ആൻഡ് ഹെർ ചിൽഡ്രൻ, actors break the fourth wall, interrupt the action with songs and use visible stage techniques. മദർ കറേജ് ആൻഡ് ഹെർ ചിൽഡ്രൻ എന്ന് പറയുന്ന നാടകത്തിനകത്ത് ഈ ഫോർത്ത് വാള് ആക്ടേഴ്സ് ബ്രേക്ക് ചെയ്യുന്നു. ഫോർത്ത് വാൾ എന്ന് പറയുന്നത് ഈ സിനിമയായാലും നാടകമായാലും നേരിട്ട് ഓഡിയൻസുമായിട്ട് ക്യാരക്ടേഴ്സ് സംസാരിക്കില്ല, അല്ലെങ്കിൽ ക്യാമറയിലേക്ക് നോക്കില്ല എന്ന് പറയുന്ന ഒരു എഫക്റ്റാണ് ഫോർത്ത് വാൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ പ്ലേക്കകത്ത് അത് ബ്രേക്ക് ചെയ്യുന്നു. ക്യാരക്ടേഴ്സ് നേരിട്ട് ഓഡിയൻസിനോട് സംസാരിക്കുന്നു, അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന രീതിയിലേക്കൊക്കെ വരുന്നു. അതുപോലെ തന്നെ ഈ പ്ലേക്കകത്ത് പാട്ടുകൾ കൊണ്ടുവരുന്നു, മുദ്രാവാക്യങ്ങൾ കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ ഈ പ്ലക്കാർഡുകൾ കൊണ്ടുവരുന്നു എന്ന രീതിയിൽ ഓഡിയൻസ് ആ ഒരു ഫ്ലോയിൽ സ്റ്റോറി ഇങ്ങനെ ഫോളോ ചെയ്തു പോകുന്ന ഒരു എക്സ്പീരിയൻസിനെ അവിടെ തടസ്സപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. ദീസ് മെത്തേഡ്സ് പ്രിവെന്റ് ഇമോഷണൽ ഇമ്മേഴ്ഷൻ ആൻഡ് എൻകറേജ് ദി ഓഡിയൻസ് ടു തിങ്ക് ക്രിട്ടിക്കലി അബൌട്ട് ഇവന്റ്സ് ഓൺ സ്റ്റേജ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എഫക്റ്റ് കാരണം കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇമോഷണൽ ആയിട്ടൊരു ഫ്ലോയിൽ ആ സ്റ്റോറി കണ്ടു പോകുന്നതിന് പകരം ആ സ്റ്റോറി മുന്നോട്ട് വയ്ക്കുന്ന തീമുകൾ എന്താണ്, അതിൻ്റെ പൊളിറ്റിക്സ് എന്താണ് എന്നതിലേക്ക് ഓഡിയൻസിന്റെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിലൂടെ സാധിക്കുന്നു. ലൈക്ക് ഡീഫെമിലറൈസേഷൻ, ദി ഏലിയനേഷൻ എഫക്ട് മേക്സ് ഫെമിലിയർ ഡ്രാമാറ്റിക് കൺവെൻഷൻസ് അപ്പിയർ സ്ട്രേഞ്ച് ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ്. അപ്പോൾ സാധാരണഗതിക്ക് നാടകത്തിനകത്ത് കാണുന്ന ഈ സംഭവങ്ങൾ തന്നെ എടുത്തു കാണിക്കുന്ന രീതിയിൽ, സ്ട്രേഞ്ച് ആയിട്ടുള്ള രീതിയിൽ ഈ ഏലിയനേഷൻ എഫക്റ്റിനകത്ത് അവതരിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഡീഫെമിലറൈസേഷന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണുന്നതല്ല, മറിച്ച് ഡീഫെമിലറൈസേഷൻ ലിറ്ററേച്ചറിലുള്ളതിന് ഒരു സിമിലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നാടകത്തിലുള്ളത് എന്ന രീതിയിലാണ് നമ്മൾ ഏലിയനേഷൻ എഫക്റ്റിനെ കാണുന്നത്. അടുത്ത കൺസെപ്റ്റ് വരുന്നത് ഫോർഗ്രൗണ്ടിങ് ആണ്. Foregrounding refers to the way literary language draws attention to itself through distinctive linguistic patterns. It also functions as a tool to create or highlight meaning. ഫോർഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ലിറ്ററേച്ചറിനകത്ത് നമ്മൾ ഡെയിലി ലൈഫിനകത്ത്, കോൺവെർസേഷനകത്ത് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് അല്ല ഉപയോഗിക്കുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡാഫോഡിൽസിന്റെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഇങ്ങനെ
പൂക്കൾ ഇങ്ങനെ കാറ്റിൽ നൃത്തം ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ നടന്നു പോകുന്ന സമയത്ത് ഇതുപോലെ അപ്പുറത്ത് കാറ്റിൽ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ ആടുന്നുണ്ട്, ഇളകുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഫ്രണ്ട് നമ്മളെ വിളിച്ചിട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത് അങ്ങോട്ട് നോക്ക്, ആ പൂക്കളൊക്കെ ഇതാ ഇളം കാറ്റിൽ നൃത്തം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനെ നോക്കിയിട്ട് ചോദിക്കും, എന്താണ് ഇവ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന രീതിയിൽ. എന്നാൽ സാധാരണ ഡെയിലി ലൈഫിനകത്ത് നമ്മൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ ചെയ്യാണ്, ഏതേ നോക്കി ആ കാറ്റത്ത് പൂക്കളൊക്കെ ഇളകുന്നത് നല്ല രസമുണ്ട് അല്ലേ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നോർമലായിട്ട് ഫീൽ ചെയ്യും. എന്നാൽ ആ പോയത്തിൽ പറയുന്ന പോലെ അവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന രീതിയിൽ ആ ഒരു ലാംഗ്വേജിലേക്ക് നമ്മുടെ ഫോക്കസ് വരും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ലിറ്ററേച്ചറിനകത്ത് ആ ലാംഗ്വേജിലേക്ക് ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് എന്ന് എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള ലാംഗ്വേജിന്റെ യൂസേജിനെയാണ് ഫോർഗ്രൗണ്ടിങ് എന്ന് പറയുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഡീഫെമിലറൈസേഷനുള്ള എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഒരു മീനിങ് ഹൈലൈറ്റ് ചെയ്യുന്നതിനോ ക്രിയേറ്റ് ചെയ്യുന്നതിനോ വേണ്ടി കൂടിയിട്ടും ഇത്തരത്തിലുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട്. ദി ഐഡിയ ഈസ് ഡിസ്കസ്ഡ് ബൈ റൊമാൻ ജേക്കബ്സൺ ഇൻ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് പോയറ്റിക്സ് ടു ദ പോയറ്റിക് ഫംഗ്ഷൻ ഓഫ് ലാംഗ്വേജ്. ഫോർമലിസവുമായി ബന്ധപ്പെട്ടിട്ട് റൊമാൻ ജേക്കബ്സൺ തന്നെയാണ് ഈ ഒരു ആശയം ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത്. Language becomes noticeable through repetition, sound patterns, parallelism, deviation and other stylistic devices. അപ്പോൾ ലാംഗ്വേജ് നമ്മളിങ്ങനെ എടുത്തു കാണിക്കുന്നത് നമുക്കറിയാവുന്ന ലിറ്റററി പോയറ്റിക് ഡിവൈസസിന്റെ യൂസേജ് കൊണ്ടാണ്. ഈ അലിറ്ററേഷൻ അല്ലെങ്കിൽ റൈമിംഗ് സ്കീം, പാരലിസം തുടങ്ങിയിട്ടുള്ള മറ്റ് സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ള ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ലാംഗ്വേജ് എടുത്തു കാണിക്കുന്ന തരത്തിൽ ഉപയോഗിക്കുന്നത്. Although Jacobson explains the principle, the concept of foregrounding was fully developed by Jan Mukarowski and the Prague School. അപ്പോൾ ജേക്കബ്സൺ ഈ ഒരു ഫോർമലിസവുമായി ബന്ധപ്പെട്ടിട്ട് ഡീഫെമിലറൈസേഷൻ അച്ചീവ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന രീതിയിലാണ് ഫോർഗ്രൗണ്ടിങ് അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഈ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പ്രാഗ് സ്കൂളിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ലാംഗ്വേജ് എടുത്ത് കാണിക്കുക മാത്രമല്ല ആ മീനിങ്ങിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതിനും മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൂടിയും അത് ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്ന രീതിയിൽ ഫോർഗ്രൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു തിയറി മാറുന്നു. ഇനി ഫോർഗ്രൗണ്ടിങ്ങിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ഫോർഗ്രൗണ്ടിങ് ത്രൂ റിപ്പീറ്റീഷൻ. ഇൻ ദ സെന്റൻസ് I told you not to make noise in the class again and again and again. The repeated word again immediately attracts attention. ഒരു ക്ലാസ് റൂമിനകത്ത് ഒരു ടീച്ചർ പറയുകയാണ്, നിങ്ങളടുത്ത് ബഹളം വയ്ക്കരുതെന്ന് ഞാൻ വീണ്ടും 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 പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ആ എഗെയിൻ എന്നുള്ള ആ വേർഡ് റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. The repetition emphasizes the teacher's frustration and makes the form of the message more striking than its simple content. അപ്പോൾ ആ ടീച്ചർ നിങ്ങളടുത്ത് ബഹളം വയ്ക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു എഫക്റ്റ് ആ ഒരു റിപ്പീറ്റീഷനിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അതായത് ടീച്ചർ ഇത് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ഫാക്ടിന്റെ അപ്പുറത്തേക്ക് ടീച്ചർ വളരെ ദേഷ്യത്തിലാണ് നിൽക്കുന്നത്, ടീച്ചർ ഫ്രസ്ട്രേറ്റഡ് ആണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു റിപ്പീറ്റീഷനിലൂടെ ആ ലാംഗ്വേജിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ദിസ് ഡെലിബറേറ്റ് എംഫസിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഫോർഗ്രൗണ്ടിങ്. അപ്പോൾ ഇത്തരത്തിൽ ലാംഗ്വേജ് എടുത്തു കാണിക്കുന്ന തരത്തിൽ ഇത് ഒരു പ്രത്യേക രീതിയിലാണ് പറയുന്നത് നമ്മളെ തോന്നിപ്പിക്കുന്ന ആ ഒരു എഫക്റ്റിനെയാണ് ഈ ഫോർഗ്രൗണ്ടിങ് എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു കണ്ടന്റിന്റെ അപ്പുറത്തേക്ക് ആ ഒരു ഇമോഷനും അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷന്റെ ഒരു ടെൻഷനും എല്ലാം തന്നെ ആ ഒരു ലാംഗ്വേജിലൂടെ അവിടെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇൻ മാക്ബത്ത് ഷേക്സ്പിയർ റൈറ്റ്സ് ടുമോറോ ആൻഡ് ടുമോറോ ആൻഡ് ടുമോറോ ഇൻസ്റ്റെഡ് ഓഫ് സിംപ്ലി സെയിങ് ടുമോറോ വിൽ കം. ഇനി ഷേക്സ്പിയറിന്റെ മാക്ബത്തിനകത്ത് ഇതുപോലെ ഡയലോഗ് വരുന്നത് ടുമാറോ ആൻഡ് ടുമാറോ ആൻഡ് ടുമാറോ എന്നാണ്. നാളെ, അത് കഴിഞ്ഞാൽ വീണ്ടും നാളെ, അത് കഴിഞ്ഞാൽ വീണ്ടും നാളെ എന്നാണ് പറയുന്നത്. ടുമാറോ വിൽ കം എന്നുള്ളത് സിമ്പിൾ ആയിട്ട് പറയുകയല്ല അവിടെ ഷേക്സ്പിയർ ചെയ്യുന്നത്. ദ റിപ്പീറ്റേഷൻ സ്ലോസ് ദ റിതം ആൻഡ് ഇന്റൻസിഫൈ ദ സെൻസ് ഓഫ് മൊണോട്ടോണി, ഹോപ്പ്ലെസ്നെസ് ആൻഡ് ദി എൻലെസ് പാസേജ് ഓഫ് ടൈം. അതായത് ജീവിതത്തിന്റെ ഒരു ആവർത്തന വിരസതയെ കുറിച്ചിട്ടാണ് ഇവിടെ ഷേക്സ്പിയർ ഹൈലൈറ്റ് ചെയ്യുന്നത്. നാളെ വരുന്നു, അത് കഴിഞ്ഞ് അടുത്ത നാളെ വരുന്നു, അത് കഴിഞ്ഞ് അടുത്ത നാളെ വരുന്നു, ഇവിടെ പുതിയതായിട്ടൊന്നുമില്ല, എല്ലാം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണ് എന്നുള്ളൊരു സെൻസ് അതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ദ ലാംഗ്വേജ് ഇറ്റ് സെൽഫ് ബിക്കംസ് മോർ സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് റിപ്പീറ്റഡ് സ്ട്രക്ചർ. അപ്പോൾ ഈ ഒരു കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നതിന് പകരം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിലൂടെ ആ ഒരു ലാംഗ്വേജ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. അതിൻ്റെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സെൻസ് കൂടി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഇനി വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുന്ന പോലെ തന്നെ സൗണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടും നമുക്ക് ഇങ്ങനെ ഫോർഗ്രൗണ്ടിങ് ചെയ്യാവുന്നതാണ്. ഇൻ ദ റൈം ഓഫ് ദി ഏൻഷ്യന്റ് മാരിനർ
Samuel Taylor Coleridge uses repeated b and f sounds in the lines. The fair breeze blew, the wide foam flew, the furrow followed free. The alliteration creates rhythm and musicality. അപ്പോൾ ഏൻഷ്യന്റ് മാരിനർ എന്ന് പറയുന്ന ഈ ഒരു പോയത്തിനകത്ത് ഈ ഒരു ബ് ഫ് സൗണ്ടുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദ സൗണ്ട് പാറ്റേൺ ഇറ്റ്സെൽഫ് ബിക്കംസ് മീനിങ്ഫുൾ, മേക്കിംഗ് ലാംഗ്വേജ് ഡ്രോ അറ്റൻഷൻ ടു ഇറ്റ്സ് ഓൺ ഫോം. ഇവിടെ ഈ ഒരു സൗണ്ട് പാറ്റേണിന്റെ മീനിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഏൻഷ്യന്റ് മാരിനർ എന്ന് പറയുന്നത് ഈ കടലിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ആ തിരമാലയുടെയും കടലിന്റെയും ഒരു താളം നമുക്ക് ഈ ഒരു ലൈൻസിലെ ഈ ഒരു സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിലൂടെ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. In the love song of J. Alfred Prufrock, the repeated lines, "In the room the woman came and go, talking of Michelangelo," create a structural emphasis. അതുപോലെ തന്നെ അടുത്തൊരു പോയത്തിനകത്ത് നമ്മൾ കാണുന്നത് "In the room women come and go, talking of Michelangelo" എന്ന രീതിയിൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. The repetition highlights the poem's theme of social emptiness and superficial conversation. അപ്പോൾ ഈ ഒരു ലൈനിനകത്ത് നമ്മൾ കാണുന്നത് ഇവിടെ ആളുകൾ മൈക്കലാഞ്ചലോയെ കുറിച്ച് സംസാരിക്കുന്നു, പോകുന്നു, വരുന്നു എന്ന രീതിയിലാണ്. അതായത് അങ്ങനെ ഒരു സമൂഹത്തിന്റെ പൊങ്ങച്ചം, അതുപോലെ തന്നെ ഒരു എംപ്റ്റിനെസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പോയത്തിനകത്ത് പറയുന്നത്. സോ അതിൻ്റെ ഒരു ഹിന്റ് ഈ ഒരു ലൈനിൽ റിപ്പീറ്റേഷനിലൂടെ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ദ റിപ്പീറ്റഡ് പാറ്റേൺ ഫോർഗ്രൗണ്ട്സ് സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം. ആ പോയത്തിന്റെ സെൻട്രൽ ഐഡിയയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ചൊരു സൂചന കൊടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള റിപ്പീറ്റേഷനിലൂടെ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്ത് വരുന്നത് ഫോർഗ്രൗണ്ടിങ് ത്രൂ ഡീവിയേഷൻ ആണ്. ഉലീസസ് എംപ്ലോയ്സ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് നരേഷൻ, ഇറഗുലർ സിൻഡാക്സ് ആൻഡ് അൺയൂഷ്വൽ വേർഡ് പ്ലേ. യുലീസസ് എന്ന് പറയുന്ന നോവലിനകത്ത് ജെയിംസ് ജോയ്സ് ഉപയോഗിക്കുന്നത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് നരേഷൻ ആണ്. അതായത് ഒരു ക്യാരക്ടർ ഇങ്ങനെ ചിന്തിക്കുന്നു, ആ ക്യാരക്ടറിന്റെ ചിന്തകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ആ നോവൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഇറഗുലർ സിൻഡാക്സ്, അൺയൂഷ്വൽ വേർഡ് പ്ലേ. നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ അച്ചടി ഭാഷയിലല്ല ചിന്തിക്കുന്നത്, ഇടയ്ക്ക് വെച്ചിട്ട് പോസ് ആവും, സ്റ്റോപ്പ് ആവും, ഒരു ടോപ്പിക്കിൽ നിന്ന് വേറെ ടോപ്പിക്കിലേക്ക് പോകും. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണോ ഒരു വ്യക്തിയുടെ ചിന്തകൾ പോകുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ജെയിംസ് ജോയ്സ് ഉലീസസ് എന്ന് പറയുന്ന നോവലിനകത്ത് ഈ ഒരു ക്യാരക്ടറിന്റെ ഈ ചിന്തകൾ എഴുതുന്നത്. These deviations from normal language use draw attention to the novel's form as much as its story. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ സ്റ്റോറിയുടെ കൂടെ തന്നെ ആ നോവലിന്റെ ഫോമിലേക്കും നമ്മുടെ ഒരു ഫോക്കസ് ഇവിടെ ഇൻവൈറ്റ് ചെയ്യപ്പെടും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടറിന്റെ ചിന്തയിലൂടെയാണ് ഈ നോവൽ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് ഇങ്ങനെ അച്ചടി ഭാഷ പോലെ ഫിക്സഡ് ആയിട്ടല്ല വരുന്നത്. അതിനകത്ത് ഡീവിയേഷൻസ് ഉണ്ടായിരിക്കും, ഒരു ടോപ്പിക്കിൽ നിന്ന് വേറെ ടോപ്പിക്കിലേക്ക് ചാടിപ്പോകും. അതുപോലെ തന്നെ അവിടെ പോസ് ചെയ്തിട്ടുള്ള ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടായിരിക്കും, വേർഡ്സ് മിസ്സായി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം അതേ രീതിയിൽ തന്നെയാണ് ഈ നോവലിനകത്ത് അവതരിപ്പിക്കുന്നത്. ദ ഡിസ്റപ്റ്റഡ് സ്ട്രക്ചർ ഫോർഗ്രൗണ്ട്സ് ദ വർക്കിംഗ്സ് ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ സ്റ്റോറി എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വ്യക്തിയുടെ, ഒരു ക്യാരക്ടറിന്റെ തോട്ട്സ് ഒരു നോർമൽ ഹ്യൂമൻ തോട്ട് പോലെ തന്നെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഈ നോവലിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതും ഈ ഒരു ലാംഗ്വേജ് ഫോക്കസ് ചെയ്ത് കാണിക്കുന്ന ഫോർഗ്രൗണ്ടിങ്ങിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അടുത്ത് വരുന്നത് ഫോർഗ്രൗണ്ടിങ് ത്രൂ പാരലിസം ആണ്. ജൂലിയസ് സീസറിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് "ഐ കെയിം, ഐ സോ, ഐ കോൺക്വേർഡ്" എന്ന് പറയുന്ന വെനി, വിധി, വിച്ചി അല്ലെങ്കിൽ വന്നു, കണ്ടു, കീഴടക്കി എന്ന് പറയുന്നത്. യൂസസ് ഐഡന്റിക്കൽ ഗ്രാമറ്റിക്കൽ സ്ട്രക്ചർ. അപ്പോൾ സെയിം പാറ്റേണിൽ വരുന്ന 3 ഫ്രേസുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. "ഐ കെയിം, ഐ സോ, ഐ കോൺക്വേർഡ്" എന്ന് പറയുന്നത്. ദിസ് പാരലിസം ക്രിയേറ്റ്സ് റിതമിക് എംഫസിസ് ആൻഡ് മെമ്മറബിലിറ്റി. അപ്പോൾ അതവിടെ ഒരു റിതം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി കഴിയും. ഇതൊക്കെ നമുക്കറിയാം. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ജൂലിയസ് സീസർ ഒരു യുദ്ധത്തിന് പോയിട്ട് വളരെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ആ യുദ്ധം ജയിച്ചു. അതിനെ കുറിച്ചിട്ടാണ് സീസർ ഇങ്ങനെ "ഐ കെയിം, ഐ സോ, ഐ കോൺക്വേർഡ്" എന്ന് പറയുന്നത്. ദ റിപ്പീറ്റഡ് പാറ്റേൺ സ്ട്രെങ്തൻസ് ദി ഇമ്പാക്ട് ഓഫ് ദ മെസ്സേജ് ആൻഡ് ഫോർഗ്രൗണ്ട് ഇറ്റ്സ് ഫോം. അപ്പോൾ ആ യുദ്ധം ജയിച്ചു എന്നുള്ളത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ജയിച്ചു എന്നുള്ളൊരു കാര്യം ഈ ഒരു ലാംഗ്വേജ് സ്ട്രക്ചറിലൂടെ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് നമ്മൾ കാണുന്നു. ഇനി അടുത്ത വളരെ ബ്രില്യൻ്റ് ആയിട്ടൊരു എക്സാമ്പിൾ വരുന്നത് ജോർജ് ഓർവെലിന്റെ ആനിമൽ ഫാമിൽ നിന്നാണ്. ഇൻ ആനിമൽ ഫാം ദ കമാൻഡ്മെന്റ് "ഓൾ ആനിമൽസ് ആർ ഈക്വൽ" ലേറ്റർ ബിക്കംസ് "ഓൾ ആനിമൽസ് ആർ ഈക്വൽ ബട്ട് സം ആനിമൽസ് ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ്." അപ്പോൾ ആനിമൽ ഫാം എന്ന് പറയുന്ന ആ നോവലിനകത്ത് മനുഷ്യരെ പുറത്താക്കിയിട്ട് ആനിമൽസ് തന്നെ ആ ഫാമിന്റെ ഒരു നിയന്ത്രണം ഏറ്റെടുക്കുകയും തുടക്കത്തിൽ എല്ലാ ആനിമൽസും ഈക്വൽ ആയിട്ട് വരുന്ന സിറ്റുവേഷൻ ആണ്. അവർ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ പെട്ടിട്ടുള്ളതാണ് "ഓൾ ആനിമൽസ് ആർ ഈക്വൽ" എന്ന് പറയുന്നത്.
പിന്നീട് അവിടുത്തെ കൺട്രോള് പിഗ്സ് ഏറ്റെടുക്കുന്നു. അതായത് അവിടെ ഭരണം നടത്തുന്ന പിഗ്സ് അവിടെ അഴിമതിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആ ഇക്വാലിറ്റിയൊക്കെ അവിടെ നഷ്ടപ്പെടുന്നു. ആ സമയത്ത് അവർ നിയമം മാറ്റി എഴുതുന്നതാണ് ഓൾ ആനിമൽസ് ആർ ഈക്വൽ ബട്ട് സം ആനിമൽസ് ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ് എന്ന്. ആ ഒരു നോവലിന്റെ ലാസ്റ്റ് ഭാഗത്താണ് നമ്മളിത് കാണുന്നത്. The similar sentence structure draws attention to the ironic contradiction. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കറിയാം ഒരു ഐറണി അവിടെ ക്രിയേറ്റ് ചെയ്ത് ഒരു കോൺട്രഡിക്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഓൾ ആനിമൽസ് ആർ നോട്ട് ഈക്വൽ, എല്ലാ ആനിമൽസും ഈക്വൽ അല്ല, അല്ലെങ്കിൽ ദർ ഈസ് ഇനീക്വാലിറ്റി, അവിടെ ഇനീക്വാലിറ്റി ഉണ്ട് എന്നൊക്കെ വളരെ പ്ലെയിൻ ആയിട്ട് പറയുന്നതിനേക്കാൾ ഒരു ഡെപ്തും ഇമ്പാക്റ്റും ഓൾ ആനിമൽസ് ആർ ഈക്വൽ ബട്ട് സം ആനിമൽസ് ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ് എന്ന് പറഞ്ഞ സമയത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇനീക്വാലിറ്റി ഉണ്ട് എന്ന് പ്ലെയിൻ ആയിട്ട് പറയുമ്പോൾ ഉള്ളതിനേക്കാളും ഒരു ഇമ്പാക്റ്റ് ഇത്തരത്തിൽ ലാംഗ്വേജ് യൂസിങ്ങിലൂടെ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. എ സ്മോൾ ലിംഗ്വിസ്റ്റിക് ചേഞ്ച് കംപ്ലീറ്റ്ലി റിവേഴ്സസ് ദ ഒറിജിനൽ മീനിങ് മേക്കിംഗ് ദ ലാംഗ്വേജ് ഇറ്റ് സെൽഫ് ഹൈലി നോട്ടീസബിൾ. അപ്പോൾ അത്തരത്തിൽ ഒരു ലാംഗ്വേജ് ചേഞ്ചിലൂടെ ആ മീനിങ് അവിടെ മാറ്റുന്നു, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ആ ഒരു തീം വളരെ ഡെപ്തോട് കൂടിയിട്ട് ഓഡിയൻസിന് അല്ലെങ്കിൽ റീഡേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതിന് അവിടെ ആ ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓൾ ആനിമൽസ് ആർ നോട്ട് ഈക്വൽ എന്ന് പറയുകയോ അല്ലെങ്കിൽ ദർ ഈസ് ഇനിക്വാലിറ്റി എമംഗ് ആനിമൽസ് എന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം സത്യമാണ്. പക്ഷേ ഈ ഒരു ഇമ്പാക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അത് ഇത്തരത്തിൽ പറയുന്നതിലൂടെ അവിടെ ആ ഒരു ഐറണിയും അതുപോലെ തന്നെ കോൺട്രഡിക്ഷനും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അത് കുറച്ചുകൂടി ഡെപ്ത് ആയിട്ട് ഓഡിയൻസിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയും ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ലാംഗ്വേജിലേക്ക് ഫോക്കസ് കൊടുക്കാനും അതുപോലെ തന്നെ ന്യൂ മീനിങ്ങും ക്രിയേറ്റ് ചെയ്യാനും എല്ലാം ലിറ്ററേച്ചറിനകത്ത് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഫോർഗ്രൗണ്ടിങ്ങിനകത്ത് കാണുന്നത്. ഇനി ലാസ്റ്റ് സെക്ഷനിൽ നമുക്ക് ഡീഫെമിലറൈസേഷനും ഫോർഗ്രൗണ്ടിങ്ങും തമ്മിലൊരു കമ്പാരിസൺ ആണ് വരുന്നത്. അതിൽ ഫോക്കസിനകത്തുള്ള ഡിഫറൻസ്, ഡീഫെമിലറൈസേഷൻ മെയിൻലി കൺസേൺസ് സൈക്കോളജിക്കൽ പെർസെപ്ഷൻ ഷോവിങ് ഓർഡിനറി തിങ്സ് ഇൻ അൺഫെമിലിയർ വേസ് സോ ദാറ്റ് റീഡേഴ്സ് എക്സ്പീരിയൻസ് ദം അഫ്രഷ്. ഡീഫെമിലറൈസേഷനകത്ത് ഫോക്കസ് വരുന്നത് സൈക്കോളജിക്കൽ പെർസെപ്ഷനകത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സ്ട്രേഞ്ച് ആയിട്ടുള്ള ന്യൂ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവോടുകൂടി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഡീഫെമിലറൈസേഷനകത്ത് ഫോക്കസ് വരുന്നത്. ഫോർഗ്രൗണ്ടിങ് മെയിൻലി കൺസേൺസ് ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചർ ഹൈലൈറ്റിംഗ് ഹൗ ലാംഗ്വേജ് ബിക്കംസ് നോട്ടീസബിൾ ത്രൂ സ്പേഷ്യൽ പാറ്റേൺസ് ആൻഡ് ഡീവിയേഷൻസ്. ഇനി ഫോർഗ്രൗണ്ടിങ്ങിനകത്ത് ലാംഗ്വേജിലേക്കാണ് ഫോക്കസ് വരുന്നത്. ഒരു ഓർഡിനറി ലാംഗ്വേജിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ലിറ്ററേച്ചറിനകത്ത് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതും ആ ഒരു ലാംഗ്വേജ് അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതും അതിലൂടെ മീനിങ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതൊക്കെയാണ് ഫോർഗ്രൗണ്ടിങ്ങിനകത്ത് ഫോക്കസ് ചെയ്യുന്നത്. ഡിഫറൻസ് ഇൻ പർപ്പസ്. ഡീഫെമിലറൈസേഷൻ എയിംസ് ടു റിന്യൂ പെർസെപ്ഷൻ ബൈ മേക്കിംഗ് ഫെമിലിയർ എക്സ്പീരിയൻസ് അപ്പിയർ സ്ട്രേഞ്ച്. ഇനി പർപ്പസിലെ ഡിഫറൻസ് നമുക്കറിയാം. ഡീഫെമിലറൈസേഷനകത്ത് എയിം ചെയ്യുന്നത് ഓർഡിനറി ആയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. Foregrounding aims to make readers notice the artistic organization of language through repetition, sound, parallelism and deviation. It also functions as a tool to create or highlight meaning. എന്നാൽ ഫോർഗ്രൗണ്ടിനകത്ത് ഒരു ന്യൂ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ലാംഗ്വേജിലേക്ക് നമ്മുടെ ഫോക്കസ് കൊണ്ടുപോവുക. അങ്ങനെ ലാംഗ്വേജിലെ ഫോക്കസിലൂടെ ഒരു ന്യൂ മീനിങ് ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മീനിങ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് ഫോർഗ്രൗണ്ടിങ്ങിനകത്ത് വരുന്നത്. ഇനി ഡിഫറൻസ് ഇൻ അപ്രോച്ച് ആണ്. Defamiliarization is a central concept of Russian formalism which emphasizes literary techniques. Defamiliarization ഫോർമലിസത്തിന്റെ ഒരു മേജർ കൺസെപ്റ്റ് ആണ്. അതിനകത്ത് ലിറ്റററി ടെക്നിക്സിലേക്കാണ് ഫോക്കസ് വരുന്നത്. അതായത് ഏതൊക്കെ ലിറ്റററി ഡിവൈസസും പോയറ്റിക് ഡിവൈസസും യൂസ് ചെയ്തുകൊണ്ടാണ് അവിടെ ഡീഫെമിലറൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന രീതിയിലാണ് ഇവിടെ അപ്രോച്ച് വരുന്നത്. ഫോർഗ്രൗണ്ടിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ലേറ്റർ സ്ട്രക്ചറലിസം which examine how meaning is created within organized systems of language. എന്നാൽ ഫോർഗ്രൗണ്ടിങ് കൂടുതലും സ്ട്രക്ചറലിസവുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ വരുന്ന കൺസെപ്റ്റാണ് സ്ട്രക്ചറലിസം. അവിടെ ഈ ഒരു ലാംഗ്വേജ് പാറ്റേൺസ് എങ്ങനെയാണ് മീനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡീഫെമിലറൈസേഷൻ്റെ അകത്ത് ഒരു ഓർഡിനറി ആയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യത്തെ ന്യൂ എക്സ്പീരിയൻസ് ആയിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഫോക്കസ് വരുന്നത്. എന്നാൽ ഫോർഗ്രൗണ്ടിങ്ങിനകത്ത് ആ ലാംഗ്വേജിലൂടെ എങ്ങനെയാണ് മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും മീനിങ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു കൺസെപ്റ്റ്സ്. ഇനി ഈ രണ്ട് കൺസെപ്റ്റും പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. Defamiliarization explains how literature transforms ordinary experience, while foregrounding explains how language produces that transformation through formal patterns.
ഡീഫെമിലറൈസേഷനകത്ത് ലിറ്ററേച്ചർ എങ്ങനെയാണ് നമുക്ക് ഓർഡിനറി എക്സ്പീരിയൻസ് ഒക്കെ ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിട്ട് അവതരിപ്പിക്കുന്നുള്ള കാര്യം പറയുന്നു. ഫോർഗ്രൗണ്ടിനകത്ത് എങ്ങനെയാണ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആ ഒരു എഫക്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യം പറയുന്നു. Together, they demonstrate that literariness arises from the organization and artistic use of language rather than from the subject matter or content alone. അപ്പൊ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അതിനകത്തുള്ള തീം, സ്റ്റോറി, കണ്ടന്റ് മാത്രമല്ല, ആ ലാംഗ്വേജ് യൂസിലൂടെ കൂടിയാണ് ലിറ്ററാറിനെസ് അല്ലെങ്കിൽ ഒരു ലിറ്റററി വർക്കിന്റെ ഒരു ലിറ്ററേച്ചർ ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ള കാര്യം ഈ കൺസെപ്റ്റിലൂടെ അവതരിപ്പിക്കുന്നു. ട്രാൻസിഷൻ ഫ്രം ഫോർമലിസം ടു സ്ട്രക്ചറലിസം. ഇതുകൂടാതെ ഫോർമലിസം എന്നുള്ള തിയറിയിൽ നിന്ന് സ്ട്രക്ചറലിസം എന്നുള്ള തിയറിയിലേക്ക് ലിങ്ക് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആയിട്ട് കൂടി നമുക്കിത് കാണാവുന്നതാണ്. ദ മൂവ്മെന്റ് ഫ്രം ഡീഫെമിലറൈസേഷൻ ടു ഫോർഗ്രൗണ്ടിങ് reflects a shift from studying individual literary devices to analyzing the broader system of language. അപ്പോൾ ഡീഫെമിലറൈസേഷൻ്റെ അകത്ത് നമ്മൾ കണ്ടിരുന്നു ഏതൊക്കെ ലിറ്റററി ഡിവൈസസ്, പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എഫക്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യമാണ് അവിടെ കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ, ഫോർഗ്രൗണ്ടിങ്ങിനകത്ത് ഈ ലാംഗ്വേജിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നത്, മീനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന രീതിയിലേക്കാണ് ഫോക്കസ് വരുന്നത്. Formalism concentrates on artistic techniques, whereas structuralism studies how these techniques function within an organized linguistic system. ഇനി ഫോർമലിസത്തിനകത്ത് ആർട്ടിസ്റ്റിക് ടെക്നിക്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ലിറ്റററി ഡിവൈസസ്, പോയറ്റിക് ഡിവൈസസ് തുടങ്ങിയിട്ടുള്ള ലാംഗ്വേജ് യൂസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ സ്ട്രക്ചറലിസം ഈ ലാംഗ്വേജ് എങ്ങനെയാണ് ഒരു സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നത്, ലാംഗ്വേജും മീനിങ്ങും തമ്മിലുള്ള റിലേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ടുഗദർ these concepts lay the foundation for modern literary theory by showing that meaning is generated through the structure and operation of language itself. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഫോർമലിസം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഒരു പുതിയ തിയറിയിലേക്ക് ഉള്ള ഒരു ട്രാൻസിഷൻ ആണ് നമ്മൾ ഈ ഡീഫെമിലറൈസേഷൻ എന്ന് ഫോർഗ്രൗണ്ടിങ്ങിലേക്കുള്ള ട്രാൻസിഷനിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു തിയറിയിലൂടെ നമ്മൾ കാണുന്നത് ലിറ്റററി തിയറിക്കകത്ത് മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ലാംഗ്വേജിലൂടെ കൂടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കണ്ടന്റ്, സ്റ്റോറി എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു ഓഡിയൻസിന് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നതും ഈ ഒരു ലാംഗ്വേജിന്റെ സിസ്റ്റംസ് ഉപയോഗിച്ചിട്ടാണ് എന്നുള്ള കാര്യം കൂടി ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു പാർട്ടിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.